കാര്യം. ഇനി പാർട്ട് 2. ഓരോ ശ്ലോകം വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം പറഞ്ഞു പോകാം. ശരണാഗത ദീനാർത്ഥപരിത്രാണപരായണേ സർവസ്യാർത്തിഹരേ ദേവി നാരായണി നമോസ്തുതേ. ശരണം പ്രാപിക്കുന്ന ദീനന്മാരും ആർത്തന്മാരുമായ ആളുകളുടെ രക്ഷണത്തിൽ തൽപരയായ അല്ലയോ ദേവി, എല്ലാവരുടെയും ദുഃഖത്തെ ഇല്ലാതെയാക്കുന്ന അംബികെ നാരായണി ഭഗവതിക്കായിക്കൊണ്ട് നമസ്കാരം. ശരണാഗതര്, ശരണം പ്രാപിക്കുന്നവർ, ദീനന്മാർ, ആർത്തര്, ദുഃഖമുള്ളവർ, പരിത്രാണം രക്ഷിക്കുക, പരായണ തൽപരം. അപ്പം ശരണാഗതന്മാരായ ദീനന്മാർക്കും ദുഃഖിതർക്കും രക്ഷ നൽകുന്നതിൽ താൽപ്പര്യമുള്ളവളും സർവസ്യ ആർത്തികരെ എല്ലാവരുടെയും ദുഃഖത്തെ ഹരിക്കുന്നവളുമായ അല്ലയോ ദേവി അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. അടുത്തത് ഹംസയുക്ത വിമാനസ്ഥേ ബ്രഹ്മാണീ രൂപധാരിണി കൗശാംഭ ക്ഷരികേ ദേവി നാരായണി നമസ്തുതേ. ഇവിടെ ചില പുസ്തകത്തിൽ പാവികയെന്നുണ്ട്, അതിപ്പോൾ ശുദ്ധം ചെയ്യുന്നു, ആ വെള്ളം കൊണ്ട് തളിച്ചാൽ അവർ ശുദ്ധരാകുന്നു എന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാകാം, പക്ഷേ നമ്മൾ ഭക്ഷരികേ എന്നാണ് ശരി. ഹംസം പൂട്ടിയ, ഹംസയുക്തം, ഹംസത്തോടു കൂടിയ വിമാനത്തിൽ സ്ഥിതി ചെയ്യുന്നു. വിമാനസ്ഥേ ബ്രഹ്മശക്തിയായ ബ്രഹ്മാണി രൂപം ധരിച്ചിരിക്കുന്നവളും കൗശം അല്ലെങ്കിൽ കുശം അല്ലെങ്കിൽ ദർഭപുല്ല് അതുകൊണ്ട് ക്ഷരികെ കമണ്ഡലുവിൽ നിന്ന് വെള്ളത്തെ തളിക്കുന്നവളുമായ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. അപ്പോൾ അത് അരയന്നം കൊണ്ട് പൂട്ടിയുണ്ടാക്കിയ വിമാനത്തിൽ സ്ഥിതി ചെയ്യുന്ന അല്ലയോ ദേവി, ബ്രഹ്മാണി തുടങ്ങിയ വിഭൂതി പ്രദർശകങ്ങളായ രൂപങ്ങളെ ധരിച്ചിരിക്കുന്നവളെ, കുശയോടുകൂടി മന്ത്രപൂർവകം പരിശുദ്ധമാക്കുന്ന ജലം കൊണ്ട് എല്ലാവരെയും എല്ലാറ്റിനെയും ശുദ്ധീകരിക്കുന്ന അല്ലയോ അമ്മേ മാതാവേ ദേവി നാരായണി നമസ്കാരം. നമ്മൾ 8ാമത്തെ അധ്യായത്തിൽ പഠിച്ചായിരുന്നു, എല്ലാ ദേവന്മാരും അവരവരുടെ ആയുധങ്ങളും എല്ലാം കൊടുത്ത് അവരെ ഓരോ ദേവിമാർ വന്നു എന്ന്. അതാണ് ഇവിടെ ഈ പറയുന്നത്. ഇവിടെ കമണ്ഡലു ധരിച്ച ബ്രഹ്മാവിൻ്റെ ശക്തി ആ ദേവിയാണ് പറഞ്ഞത്. അടുത്തത് ത്രിശൂല ചന്ദ്ര അഹിതരേ മഹാവൃഷഭവാഹിനി മാഹേശ്വരി സ്വരൂപേണ നാരായണി നമോസ്തുതേ. ത്രിശൂലം, ചന്ദ്രൻ, നാഗങ്ങൾ, അഷ്ടമണി നാഗങ്ങൾ എന്നിവയെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നവളും. ഇതൊക്കെ ആരുടെ ലക്ഷണ? മഹാദേവൻ്റെ. മഹാവൃഷഭത്തെ, അതായത് നന്ദിദേവനെ വാഹനമാക്കിയിരിക്കുന്നവളുമായ മഹേശ്വര ശക്തിയായ മാഹേശ്വരി സ്വരൂപം സ്വീകരിച്ചിരിക്കുന്ന ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. ത്രിശൂലചന്ദ്രാഹിതരേ മഹാവൃഷഭവാഹിനി മാഹേശ്വരി സ്വരൂപേണ നാരായണി നമോസ്തുതേ. അടുത്തത് മയൂര കുക്കുടവൃതേ മഹാശക്തിധരേനകേ കൗമാരീ രൂപസംസ്ഥാനേ നാരായണി നമോസ്തുതേ. മയൂരം മയിൽ, കുക്കുടം കോഴി, മയിൽ വാഹനമായും കുക്കുടം ധ്വജമായും, കൊടിയടയാളം, കോഴിയാണ് കൊടിയായിട്ട് അങ്ങനെയുള്ളവളും മഹാശക്തി ധരേനൊക്കെ, ശക്തി എന്ന് പറഞ്ഞാൽ ഇവിടെ വേല് ധരിച്ചിരിക്കുന്നവളും നിർമ്മലയും പരിശുദ്ധയായവളും പാപരഹിത അനക്കേ. അഖം എന്ന് പറഞ്ഞാൽ പാപം, അനക്ക എന്ന് പറഞ്ഞാൽ പാപമില്ലാത്തവൾ. കൗമാരീ രൂപ സംസ്ഥാനെ, കുമാരശക്തിയായ, അതായത് സുബ്രഹ്മണ്യ ശക്തിയായ ദേവി, ആ സുബ്രഹ്മണ്യ രൂപം ധരിച്ചിരിക്കുന്നവളുമായ നാരായണിക്കായിക്കൊണ്ട് നമസ്കാരം. മയിലാകുന്ന വാഹനവും കോഴിയാകുന്ന കൊടിയടയാളവും ശക്തി എന്ന ആയുധവും ധരിച്ച് നിർദോഷയായി കൗമാരീ രൂപത്തെ ധരിച്ചിരിക്കുന്ന, കുമാരരൂപത്തെ ധരിച്ചിരിക്കുന്ന അല്ലയോ ദേവി നാരായണി അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം. അടുത്തത് ശംഖ ചക്ര ഗദാ ശാർങ്ക ഗ്രഹീതപരമായുധേ
ശംഖി, ചക്രി, ഗതി, ശാർങ്കി എന്നൊക്കെ ഇതൊക്കെ ധരിച്ചിരിക്കുന്നവർ മഹാവിഷ്ണു. അപ്പം മഹാവിഷ്ണുവിൻ്റെ വൈഷ്ണവീ രൂപം ധരിച്ചിരിക്കുന്നവളും വിഷ്ണുവിൻ്റെ ലക്ഷണങ്ങളായ, അതായത് ശംഖ്, ചക്രം, ഗദ, ശാർങ്കം. ശംഖ് പാഞ്ചജന്യം എന്ന ശംഖ്, ചക്രം സുദർശന ചക്രം, ഗദ കൗമോദകി എന്ന ഗദ, ശാർങ്കം എന്ന വില്ല്, ഇവയെല്ലാം പിടിച്ചിരിക്കുന്നവളും വൈഷ്ണവീ രൂപം, വിഷ്ണുവിൻ്റെ രൂപം ധരിച്ചിരിക്കുന്നവളുമായ അല്ലയോ നാരായണി, പ്രസീത, പ്രസാദിച്ചാലും അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം. ശംഖ, ചക്രം, ഗദ, ശാർങ്കം എന്നിങ്ങനെയുള്ള ശ്രേഷ്ഠങ്ങളായ ആയുധങ്ങളെ ധരിച്ചും വൈഷ്ണവി രൂപത്തെ കൈക്കൊണ്ടുവിരിക്കുന്ന അല്ലയോ ദേവി, പ്രസാദിച്ചാലും അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം. ഗൃഹീതോഗ്രമഹാചക്രേ ദംഷ്ട്രോധൃതവസുന്ധരേ വരാഹരൂപിണി ശിവേ നാരായണി നമോസ്തുതേ. ഗൃഹീത ഉഗ്രമഹാവക്ത്രേ, പൊക്കിപ്പിടിച്ചിരിക്കുന്ന വലിയ മുഖത്തോടു കൂടിയവളും, ദംഷ്ട്രോധൃതവസുന്ധരേ, ദംഷ്ട്രകൾ, രണ്ട് വലിയ തേറ്റ പല്ലുകൾ, ആ ദംഷ്ട്രകളിൽ ധൃതം പിടിച്ചിരിക്കുന്നു ആരെ? വസു. വസു എന്ന് പറഞ്ഞാൽ ഭൂമി, ഭൂമിയെ ധരിച്ചിരിക്കുന്നു. വസുന്ധര, ഭൂമിയെ ധരിച്ചിരിക്കുന്നു, വസുവിനെ ധരിച്ചിരിക്കുന്നതുകൊണ്ട് വസുന്ധര എന്ന പേരോടുകൂടിയവളും ഭൂമിയെ തേറ്റയിൽ ധരിച്ചിരിക്കുന്നവളും വരാഹരൂപിണി ആയവളും ശിവേ മംഗളകാരിണിയായവളുമായ നാരായണീ ദേവി അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം. ഗൃഹീതോഗ്രമഹാചക്രേ ദംഷ്ട്രോധൃതവസുന്ധരേ വരാഹരൂപിണി ശിവേ നാരായണി നമോസ്തുതേ. പൊക്കിപ്പിടിച്ചിട്ടുള്ള ഉഗ്രമായ മഹാവക്ത്രത്തോടും, വക്ത്രം മുഖമാണ്, ദംഷ്ട്രയിൽ ഭൂമിയെ പൊക്കിയെടുത്തും വരാഹരൂപത്തെ ധരിച്ചിരിക്കുന്ന അല്ലയോ മംഗളകാരിണി നാരായണി നമോസ്തുതേ, നമസ്കാരം. നമഃ അസ്തുതേ, നമസ്തുതേ.